ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV Entertainment എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള വണ്ടി ഏതെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. XUV 700 ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ഒരുപാട് നാളുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നതാണ്. അപ്പം ഈ ഒരു വാഹനം ഞാനിപ്പോൾ നിലവിലുള്ളത് ഒരു കസ്റ്റമറുടെ വീട്ടിലാണ് നമ്മൾ നിലവിലുള്ളത്. അപ്പം കൊല്ലത്ത് ഷോറൂമിൽ നിന്ന് നമുക്ക് ഈ ഒരു ബേസ് മോഡൽ വാഹനം ഒരുപാട് പേര് ചോദിച്ചതാണ്. അപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മുടെ ഷോറൂമിൽ നിന്ന് കൊല്ലത്തെ ഷോറൂമിൽ നിന്ന് ആകെ 2 വണ്ടി മാത്രമാണ് ഡെലിവറി പോയിട്ടുള്ളത്. അതിലൊരു വാഹനമാണിത്. അപ്പോൾ ഷോറൂമിൽ ചോദിച്ച സമയത്ത് തന്നെയാണ് ഡീറ്റെയിൽസ് ഒക്കെ തന്നത്. അങ്ങനെയാണ് നമ്മൾ കസ്റ്റമർ വീട്ടിൽ വന്നത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷോറൂമിൽ ഒരു നമ്പർ കൂടി നൽകിയേക്കാം. കൂടുതലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഇതിനിപ്പോൾ എതിരാളിയായിട്ട് പറയുന്ന ഹാരിയർ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ ഒരു വേരിയൻറ്റ്. ഇതിൻ്റെ പ്രൈസ് എത്ര, ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ലൈക്ക് അടിച്ചിട്ടില്ല ഇതുവരെ ആരും. ലൈക്കൊക്കെ വളരെ കുറവ്, വ്യൂ കൂടുന്ന പോലെ ലൈക്ക് കൂടുന്നില്ല. ഒന്ന് ലൈക്ക് ഒന്ന് ഞെക്കാൻ എല്ലാവരും ഇപ്പം തന്നെ ഞെക്കിക്കോ ലൈക്കിനകത്ത്. ഓക്കെ, അപ്പോൾ എപ്പോഴത്തെ പോലെ ആദ്യം തന്നെ പ്രൈസ് പറയാം. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് MX എന്ന് പറയുന്ന ഏറ്റവും ബേസ് മോഡലാണ്. MX എന്നാണ് വേരിയൻറ്റിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു വാഹനം നമുക്ക് 5 സീറ്റിൽ മാത്രമാണ് വരിക. അടുത്ത വേരിയൻറ്റിലോട്ടൊക്കെ 7 സീറ്റിലോട്ടൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം 5 സീറ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ഡീസലിലും അതുപോലെ തന്നെ പെട്രോളിലും നമുക്ക് ഈ ഒരു വാഹനം വരുന്നു. ഓട്ടോമാറ്റിക്കലി അവൈലബിൾ അല്ല ഈ ഒരു വേരിയൻറ്റ്. അത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ വാറൻറ്റിയെക്കുറിച്ചാണ്. വാറൻറ്റിയിലേക്ക് വരുന്ന സമയത്ത് 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററാണ് കമ്പനി വാഹനത്തിന് വാറൻറ്റി നൽകുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് 2 വർഷം കൂടി കൂട്ടാൻ പറ്റും. ഒരു 50,000 കിലോമീറ്റർ നമുക്ക് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്ത് എടുക്കാം. ആ സമയത്ത് 5 വർഷവും 1,50,000 കിലോമീറ്ററും ആയിരിക്കും വാഹനത്തിന് വാറൻറ്റി കിട്ടുക. അത് മോശമല്ലാത്തൊരു വാറൻറ്റി തന്നെയാണ്. ഇനി പ്രൈസിലേക്ക് പോകാം. പെട്രോൾ വേരിയൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ 15,80,000 വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ്. നിലവിൽ ഓഫറോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കിട്ടുകയില്ല. ഡീസലിലേക്ക് പോകുന്ന സമയത്ത് 16,43,000 രൂപയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഒരു ഇപ്പോൾ ഹാരിയറൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ഹാരിയറിനും ഒക്കെ ഈ ഒരു സെയിം പ്രൈസൊക്കെ തന്നെയാണ് ഏകദേശം വരുന്നത്. വലിയ വ്യത്യാസ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഇത് കുറച്ചുകൂടി നമുക്ക് വാല്യൂ ഫോർ മണി തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഒരു 4 ലക്ഷമെങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. 5 വർഷമാണെന്നുണ്ടെങ്കിൽ ഒരു 26 റേഞ്ചിലെങ്കിൽ EMI വരും. അത് 4 എന്നുള്ളത് ഒരു 7 ലക്ഷമൊക്കെ അടച്ചു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് ഒരു 22,000 റേഞ്ചിലും EMI വരും. EMI ഒരു ഏകദേശ കണക്കാണ്. അത് ഷോറൂമിൽ നിന്ന് പറഞ്ഞതല്ല, ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഒരു EMI തന്നെയാണ്. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തൊരു കണക്ക് വെച്ചിട്ട് അത് ഏകദേശം ഒരു കണക്കാണ്. ജസ്റ്റ് അറിവ് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഓരോരോ ഫീച്ചേഴ്സായിട്ട് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു റോഡ് പ്രസൻസ്, ഇത് റെഡ് കളർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് വാഹനത്തിന് കാണുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ബേസ് മോഡൽ വാഹനം ഏതൊക്കെ വേരിയൻറ്റിലാണ് കിട്ടുന്നുള്ളത് ഞാൻ ജസ്റ്റ് സ്ക്രീനിലൊന്ന് കാണിച്ചേക്കാം. ഏതൊക്കെ കളറുകളിൽ കിട്ടുമെന്നുള്ളത് ഞാൻ ജസ്റ്റ് സ്ക്രീനിലൊന്ന് കാണിച്ചേക്കാം. അപ്പോൾ തന്നെ വൈപ്പറിലേക്ക് വരുന്ന സമയത്ത് വൈപ്പറും കാര്യങ്ങളൊക്കെ ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്ത് കുറച്ചൊരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു വൈപ്പർ തന്നെയാണ് അതിൽ കമ്പനി നൽകിയിട്ടുള്ളത്. ആ ഒരു ഹുഡിൻ്റെ പോർഷനൊക്കെ നോക്കുന്ന സമയത്തും നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഹുഡിൻ്റെ പോർഷൻ്റെ ക്യാരക്ടർ ലൈൻസൊക്കെ കാണുന്നുണ്ടാണ്. ഇവിടെ നോക്കിയാലും അല്ലാതെ ഈ ഒരു പോർഷനിലേക്കായിട്ട് നല്ല രീതിയിൽ നമുക്ക് ലൈൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഹെഡ്ലാമ്പിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ഡിസൈൻ ചെയ്ത്. ഇത് നമുക്ക് DRLO കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. വേണമെങ്കിൽ നിങ്ങൾ പ്രൊജക്ട് ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റും അല്ല വാഹനത്തിൽ നൽകിയത്. നോർമലി വരുന്നൊരു ഹാലജൻ ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പ്രൊജക്ട് ടൈപ്പ് ഹെഡ്ലാമ്പ് യൂണിറ്റ് രണ്ടാമത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം കോസ്റ്റ് വരുന്നുണ്ട് ആ ഒരു ഹെഡ്ലാമ്പിന്. വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് മേടിച്ച് അത് ആഡ് ചെയ്യാം. അത് ഇവിടെയൊക്കെ ആയിട്ട് നല്ല രീതിയിലൊരു ക്രോമിൻ്റെ എലമെൻ്റൊക്കെ പ്ലേസ് ചെയ്തു. അത് ഇവിടെയായിട്ടാണ് വാഹനത്തിന് ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് താഴേക്ക് വന്നത് ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ട്. ഫോഗ് ലാമ്പ് വരുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്യാം. നിലവിൽ ഫോഗ് ലാമ്പ് ഷോറൂമിൽ സ്റ്റോക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പുറത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു എയർ ഇൻടേക്ക് നൽകിയിട്ടുണ്ട്. അത് ഫംഗ്ഷനിങ് തന്നെയാണ് ആ ഒരു എയർ ഇൻടേക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ താഴ്ഭാഗം കേട്ടോ, ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് അത്യാവശ്യം ഒരുപാട് വലുപ്പം വരുന്നില്ല. ചെറിയ രീതിയിലാണ് ആ ഒരു എയർ ഡാം നൽകിയത്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം 2 കാര്യങ്ങളാണ്. ഒന്ന് ഈ ഹെഡ്ലാമ്പ് യൂണിറ്റും അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ലും. ഇതിപ്പോൾ ഈ ഒരു ടോപ്പ് എൻഡിലേക്ക് ഈ ഒരു സെയിം ഗ്രില്ല് തന്നെയാണ് വരുന്നത്. വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ പിശുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. നല്ല വലിയൊരു ഗ്രില്ല് തന്നെ. അതിൽ ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷ്. ഇവിടെയായിട്ടൊരു ഗ്ലോസി കളർ തീം. മഹേന്ദ്രയുടെ ഒരു പുതിയ ലോഗോ നൽകി അത് ക്രോം എലമെൻറ്റിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ടിലായിട്ട് പറയാനുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഹുഡിൻ്റെ പോർഷനൊക്കെ മാസീവായിട്ട് ഡിസൈൻ ചെയ്തു. വലിപ്പത്തിലുള്ള ഒരു ഗ്രില്ല് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിൽ നിന്ന് ഹെഡ്ലാമ്പിന് ഒരു ഡിസൈൻ ചെയ്തു. അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്രണ്ടിൽ പറയാനായിട്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് പോരായ്മകളായിട്ട് എനിക്ക് ഒന്നും തന്നെ പറയാനായിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഫ്രണ്ട് പോർഷൻ. ആകെ വേണ്ടത് ഒരു ഫോഗ് ലാമ്പ് മാത്രമാണ്. ഫോഗ് ലാമ്പ് ഇല്ല എന്ന് വെച്ച് നമുക്കത് പെട്ടെന്ന് അറിയാനും പറ്റുന്നില്ല. അത്ര നല്ല രീതിയിലാണ് ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തത്. അവിടെ നേരെ സൈഡിലേക്ക് വരാം.
സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഫ്രണ്ടിലൊക്കെ കണ്ട ആ ഒരു ഗാംഭീര്യം നമുക്ക് ആ ഒരു സൈഡ് പ്രൊഫൈലിൽ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനം പെട്രോൾ വേരിയൻ്റ് ആണ്. ഈ ഒരു വാഹനം നമ്മൾ ഡീസലല്ല ഇത്. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ടറിലേക്ക് വരാം. ഫ്രണ്ടറിലേക്ക് വരുന്ന സമയത്ത് മോശമല്ലാത്ത രീതിയിൽ ആ ഒരു കാറ്റ് ലൈൻസ് ഒക്കെ ഫ്രണ്ടറിൻ്റെ പോർഷനായിട്ട് നൽകിയിട്ടുണ്ട്. കണ്ടോ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ്, ആ ഒരു SUV ടൈപ്പ് വാഹനങ്ങളിൽ കാണുന്ന ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഈ ഒരു വാഹനത്തിന് ചുറ്റും പോയിട്ടുണ്ട്. പിന്നെ അലോയ് നമുക്ക് അവൈലബിൾ അല്ല. 17 ഇഞ്ചാണ് ടയർ വരുന്നത്. 235/65 R17 ആണ് ടയർ പ്രൊഫൈൽ. വീൽ കപ്പോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ അലോയ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് അലോയ് ഇടും. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചുകൂടി ഫീൽ ആയിരിക്കും ഈ ഒരു വണ്ടി കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ എനിക്ക് ആകെ തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഈ അലോയ് ഇല്ലാത്തതാണ്. ഇതൊരു സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആണ്. അപ്പോൾ അലോയ് നമ്മൾ രണ്ടാമത് ഇടുന്നുണ്ട്. മോശമല്ലാത്ത ടയർ പ്രൊഫൈൽ വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് 18 ഇഞ്ച് ടയറും വരുന്നുണ്ട്. മിററിലേക്ക് പോകാം. പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് മിററിൽ നൽകിയത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇതിൽ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാവുന്നൊക്കെ നമുക്ക് അകത്തേക്ക് കയറിയതിന് ശേഷം നോക്കാം. ഇവിടെയും ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് വെച്ചതാണ്. ഇത് കമ്പനി വാഹനത്തിൽ വരുന്നതൊന്നുമല്ല, നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് വെച്ചതാണ്. പ്രൂഫ് റെയിൽ നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ മേടിച്ച് വെച്ചതല്ല, അത് കമ്പനി തന്നെ വണ്ടിയിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. എന്നാൽ ഇവിടെയൊക്കെ ആയിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. വലിപ്പമേറിയ ഒരു ഗ്ലാസ് ഏരിയ ആണ് കാണുന്നത്. കണ്ടോ വളരെയധികം വലിപ്പം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അകത്തിരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലൊരു വിസിബിലിറ്റി പുറത്തേക്ക് ലഭിക്കും. ഇവിടെയായിട്ടും നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകി. ഈ ഒരു ഗ്ലാസ് ഏരിയ ഉണ്ടോ വളരെ വലുതായിട്ടാണ് ഈ ഒരു ഗ്ലാസ് ഏരിയ നൽകിയത്. 7 സീറ്റർ വാഹനത്തിലേക്ക് പോകുന്ന സമയത്ത് അതൊരു ബെനിഫിറ്റാണ്. അകത്തിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ വിസിബിലിറ്റി ലഭിക്കും. പിന്നെ പറയേണ്ടത് ഈ ഒരു ക്യാരക്ടർ ലൈൻസിൻ്റെ ഒരു കാര്യം കണ്ടോ. നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ ലൈൻസ് ആണ് ഈ ഒരു പോർഷനിലൊക്കെ നല്ല രീതിയിൽ ലൈൻസ് നൽകിയിട്ടുണ്ട്. ഡോർ ഹാൻഡിലുണ്ട്. ബോഡി കളർ തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ കാര്യം അറിയേണ്ടത് സെൻട്രൽ ലോക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. നമുക്കിത് ലോക്ക് അഴിച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ വേണം കണ്ടോ ഡോർ തുറക്കാനായിട്ടുണ്ടോ ഈ ഒരു രീതിയിൽ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം നമ്മൾ ലോക്കാക്കി, അത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ആ ഒരു ഡോർ ഹാൻഡിൽ പറയാനായിട്ടില്ല. അവിടെ നിന്ന് നേരെ നമുക്ക് ലെങ്തിലേക്ക് അടക്കാം. ലെങ്തിലേക്ക് വരുന്ന സമയത്ത് 4695 mm ലെങ്ത് ഉണ്ട്. 1890 mm വിക്ത് വരുന്നു. 1755 mm വാഹനത്തിന് ഹൈറ്റ് വരുന്നുണ്ട്. അത് റൂഫ് റെയിലൂടെ കൂട്ടിയിട്ടുള്ള ഹൈറ്റാണ് പറയുന്നത്. 2750 mm വീൽ ബേസ്, 200 mm വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ പറയാനായിട്ട്. ആ ഒരു ഫ്രണ്ട് കണ്ടതുപോലെ തന്നെ വളരെ നീറ്റായിട്ടും നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു സൈഡ് പ്രൊഫൈലും കമ്പനി ഡിസൈൻ ചെയ്തു. അവിടെ നിന്ന് നേരെ റിയർ സൈഡിലേക്ക് വരാം. ഇവിടെയായിട്ട് ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെയും ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഏറെ ടോപ്പിലേക്ക് നോക്കിയ സമയത്ത് ആൻറ്റിന് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വലിപ്പമേറിയ ഒരു ഗ്ലാസ് ഏരിയ. റിയർ വൈപ്പറോ ഡിഫോഗർ ലൈൻസോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ടെയിൽ ലാമ്പ് കണ്ടോ അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. പുതിയ ഡിസൈൻ തന്നെയാണ്. അതും കാണുന്നതിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ആ റിയർ സൈഡ് നോക്കി നല്ലതുപോലെ നമ്മൾ ആ ഒരു ഫ്രണ്ടിലും സൈഡിലും കണ്ട ആ ഒരു ഗാംഭീര്യവും ആ ഒരു ലൈനിങ്ങും എല്ലാം നമുക്ക് ആ റിയർ സൈഡിലും കാണാം. ആ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ആ ഒരു റിയർ സൈഡ് കാണാം. പിന്നെ നമുക്ക് SUV 700 എന്നൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. നടിപ്പിട്ടായിട്ടൊരു ക്രോം എലമെൻറ്റ് നടിവിടെ ചെറിയൊരു ബ്ലൂ ഷെയ്ഡുമാണ് നൽകിയിട്ട്. അത് കൊള്ളാൻ കാണുന്നതിന്. റിവേഴ്സ് സെൻസർ വാഹനത്തിൽ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ടോ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. നമ്മൾ ആ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്റ്റീരിയോയിൽ തന്നെയാണ് ഈ ഒരു റിവേഴ്സ് ക്യാമറ ചെയ്തേക്കുന്നത്. ഞാനത് ഇട്ട് കാണിക്കുന്നുണ്ട്. റിവേഴ്സ് ഇട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. താഴ്ഭാഗത്തേക്കായിട്ട് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള കളർ, സെൻസർ, ABS, എയർ ബാഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല സേഫ്റ്റി വൈസ്. ഇവിടെയായിട്ട് ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സെൻസർ നൽകിയിട്ടുണ്ട്. കണ്ടോ ഇവിടെ ഒരു സെൻസർ നൽകിയിട്ടുണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. കണ്ടോ ഇതിൻ്റെ ഒരു ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യം എന്നാണ് ഈ ബൂട്ട് സ്പേസ്. ഞാനത് കാണാനായിട്ട് ആഗ്രഹിച്ച് ഞാൻ തുറന്നു നോക്കിയത്. ഇപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പോൾ കണ്ടോ വളരെ വലിയൊരു ബൂട്ട് സ്പേസ് വാഹനത്തിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ കപ്പ് ഹോൾഡറൊക്കെ നൽകിയിട്ടുള്ളത് വേറെ കൊണ്ടല്ല. ഇതൊരു 7 സീറ്റർ വാഹനം കൂടി ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് അതൊക്കെ വരുന്നത്. വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. ഇവിടെ 12 വാട്ട്സിൻ്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കണ്ടോ അത് കൊള്ളാം. എന്തെങ്കിലും ചെറിയ റെഫ്രിജറേറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം ഇതും വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിന് ശേഷം വരുന്നൊരു കാര്യം ഈ സാധനം കണ്ടോ ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ല. ഈ ഒരു രീതിയിൽ ഇത് കിടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ല. നമ്മളിത് പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഇത് മാറ്റി തിരിച്ച് അതുപോലെ ഫിക്സ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ കാര്യം. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. അത് വളരെയധികം ബെനിഫിറ്റ് ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്രയുമാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. പിടിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട്. കണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പുറമേ നിന്ന് പറയാനായിട്ടുള്ളത്. അവിടെ നേരെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാം. നമ്മുടെ ആ ഒരു അപ്പുറത്തെ സൈഡ് കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു സൈഡ്. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അകത്തേക്ക് കയറാം. ലോക്ക് അഴിക്കുന്നു. അതിനുശേഷം ഈ ഒരു രീതിയിൽ ഇവിടെ താണ്ടേ കീയുടെ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് കേട്ടോ.
അഥവാ എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തുറക്കുന്നത് അത് നിങ്ങൾ ആ ഒരു സമയത്ത് ഇത് വളരെ ശ്രദ്ധിക്കണം. കണ്ടോ, ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, വളരെ ശ്രദ്ധിച്ച് വേണം കീട്ട് തുറക്കാൻ. ഇപ്പോൾ റിമോട്ടിൽ ബാറ്ററി വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാറ്ററി ഡൗൺ ആയി പോലെ ശ്രദ്ധിച്ചാൽ മതി. ഡോർ പാഡ് നല്ല പ്രീമിയം രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തു. തട്ടിക്കൂട്ട് പരിപാടിയിലല്ല ചെയ്തേക്കുന്നത്. വളരെ മലയാളത്തിൽ പറഞ്ഞാൽ ചില വാഹനങ്ങൾ തട്ടിക്കൂട്ട് പരിപാടിയാണ് കാണിക്കുന്നത്, പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മിറർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. ഫോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനത് നോക്കിക്കോട്ടെ ഫോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. 4 ഡോർ പവർ വിൻഡോ വാഹനത്തിൽ വരുന്നുണ്ട്. കണ്ടോ, ഇല്ല ഫോൾഡിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല, അതില്ല. നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെയായിട്ട് ആ ഒരു ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഗ്ലോസി ഫീൽ വരുന്നുണ്ട്. ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് ഫുള്ളി യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 4 സ്പീക്കറാണ് വാഹനത്തിൽ വരുന്നത്, 4 സ്പീക്കറാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ട് ഒരു ലൈറ്റ് കളർ നൽകി, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അകത്തേക്ക് കയറിയിരിക്കുന്ന സമയത്ത് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അത് ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ്. അവിടെ നിന്ന് തന്നെ സ്റ്റിയറിംഗിലേക്ക് പോകുന്ന സമയം ഉണ്ടോ, സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു AC വന് ചുറ്റും ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് പോലെ നൽകി, ചെറുതായിട്ടൊരു ലൈറ്റായിട്ടൊരു കളർ തീം നൽകി. MIDയുടെ ഒക്കെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനായിട്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നേരെ അകത്തേക്ക് കയറിയതിനു ശേഷം നോക്കാം എന്തൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ നല്ലോണം നോക്കി, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് വരുന്നത്. അപ്പോൾ നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് ഡാഷ് ബോർഡും ഡിസൈൻ ചെയ്തത്. ഇതൊരു സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആണെന്ന് അറിയുന്ന രീതിയിലൊന്നുമല്ല, അത്രയും നീറ്റായിട്ടാണ് ഓരോന്ന് ഡിസൈൻ ചെയ്തേക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഗ്ലോസി ഫിനിഷ് നൽകിയതും, അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റായിട്ടുള്ളൊരു കളർ നൽകിയതും, പിന്നെ ഒരു ബ്ലാക്ക് കളർ നൽകിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തു. കൊള്ളാം, നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ ഉണ്ടോ, വളരെ നീറ്റായിട്ട് തന്നെയാണ് അവിടെയും ഡിസൈൻ ചെയ്ത്. പോരായ്മ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനിട്ടില്ല. അത്യാവശ്യം വലുപ്പമൊക്കെ തോന്നുന്നുണ്ട് ആ ഒരു ഡാഷ് ബോർഡിന്. അവിടെ നിന്ന് ഓരോ നാട്ടിന് പറഞ്ഞു കൊടുക്കാം. സ്റ്റിയറിംഗിലേക്ക് വരാം. സ്റ്റിയറിംഗ് ഞാൻ പറഞ്ഞു നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, ലോഗോ നൽകി വളരെ മനോഹരമായിട്ട്. വേറെ ഇവിടെ കൺട്രോൾസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു MIDയുടെ കൺട്രോൾ ഇവിടെ കൊടുത്തതിന് പകരം ഇവിടെ ആയിരുന്നു എങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എനിക്ക് തോന്നി. കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാമായിരുന്നു, അത് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്ലോസി കളർ തീം, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്. അവിടെ തന്നെ നേരെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് പോകാം. ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലല്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ചെറിയൊരു പോർഷൻ മാത്രമേ കണ്ടോ ഡിജിറ്റലായിട്ട് നൽകിയിട്ടുള്ളൂ. അതിലേക്ക് വരുന്ന സമയത്ത് 7 ഇഞ്ചാണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വാഹനത്തിൽ നൽകിയത്. അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നുമില്ല, അത് എല്ലാ വാഹനത്തിനും ഉള്ള പോലെ അത്യാവശ്യം ഡീറ്റെയിൽസ് അതിൽ അറിയാം. അവിടെ നിന്ന് നേരെ സ്റ്റീരിയോയിലേക്ക് വരാം. അല്ലെങ്കിൽ റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞു, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. കണ്ട് ഈ ഒരു രീതിയിലാണ് വ്യൂ വരുന്നത്. അത് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുമോ ഞാൻ നോക്കിക്കോട്ടെ. ഇല്ല, ആ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് വ്യൂ വരുന്നുള്ളൂ. അപ്പം സെൻസറിൻ്റെതും കാണാം, സെൻസറിൻ്റെ ആ ഒരു ഓപ്ഷൻ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. മോശമല്ലാത്ത രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാൻ സാധിക്കുന്നുണ്ട്. 8 ഇഞ്ചാണ് ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പം ഈ ഒരു പോർഷനൊക്കെ കൊള്ളാം. ഈ ഒരു മുകൾ ഭാഗം ഡിസൈൻ ചെയ്തതൊക്കെ നന്നായിട്ടുണ്ട്. താഴേക്ക് ആ ഒരു AC വന് ഡിസൈൻ കാണും, കുറച്ച് താന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറേ വാഹനങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ എലമെൻറ്റ് കണ്ടു, കുറച്ച് താന്നിരിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ എലമെൻറ്റ്. അവിടെ തന്നെ നേരെ താഴേക്ക് AC-യുടെ കൺട്രോൾസൊക്കെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതിന് നൽകിയിട്ടുള്ളത്. മാനുവലി വേണം കൺട്രോൾ ചെയ്യാൻ, പക്ഷേ അത് വളരെ മനോഹരമായിട്ട് തന്നെ അത് ഡിസൈൻ ചെയ്തു. ഇവിടെ ആയിട്ട് മോശമല്ലാത്ത രീതിയിലുള്ള കൺട്രോൾസൊക്കെ ഹസാർഡ്, അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഹോം ബട്ടൻ്റെത്, എയർ ബാഗ് ഓഫ് ചെയ്യേണ്ടത്, ആ ഒരു രീതിയിലുള്ള കൺട്രോൾസൊക്കെയാണ് അവിടെ വരുന്നത്. താഴേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈഡൻ പ്ലേസ് നൽകിയിട്ടുണ്ട്. അതായത് ഫോണൊക്കെ കണ്ടേ ഈ ഒരു രീതിയിൽ ഒരു ഫോൺ നല്ല രീതിയിൽ ആ ഒരു പോർഷനിലായിട്ട് ഇരിക്കും. പിന്നെ ഇവിടെ ആയിട്ടൊരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്, അത് കൊള്ളാം. ഇവിടെ ആയിട്ടൊരു ചാർജിങ് സോക്കറ്റ്, ഇവിടെ ഒരു ശകലം സ്റ്റോറേജ് സ്പേസ്, വയർലെസ് ചാർജർ, ഏറ്റവും ടോപ്പ് എൻഡിൽ വയർലെസ് ചാർജർ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. 6 സ്പീഡാണ് വാഹനത്തിൽ ഗിയർ ബോക്സ് വരുന്നത്. മാനുവലാണ്, ഓട്ടോമാറ്റിക്കാണ് 6 സ്പീഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു പോർഷനൊക്കെ നോക്കേ, ഈ ഒരു സെൻറ്റർ പോർഷൻ കണ്ടോ, നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട് ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട്. ഇവിടെ ആയിട്ട് കപ്പ് ഹോൾഡർ വരുന്നത്, ഇവിടെ കോയിൻസോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഒരു ആംറസ്റ്റ് നൽകിയിട്ടുണ്ട്, അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് വരുന്നത് കണ്ടോ, ഒരു തട്ടൊക്കെ നൽകിയിട്ടുണ്ട്. കീയോ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് റബ്ബറിങ്ങിൻ്റെതാണ് അത് നൽകിയിട്ടുള്ളത്. മോശമല്ലാത്തൊരു സ്പേസ് അതിനുള്ളിൽ നൽകി. കൂൾഡാണെന്ന് നോക്കിക്കോട്ടെ, കൂൾഡോ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ടോപ്പ് എൻഡിലേക്ക് പോകുന്ന സമയത്ത് കൂൾഡായിട്ടുള്ള ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. വേറെ കാര്യങ്ങളൊന്നും അവിടെ പറയാനായിട്ടില്ല. നേരെ നമുക്കിവിടെ സ്പേസ് നോക്കാം. കണ്ട നല്ല രീതിയിൽ സ്പേസാണ്. ഇവിടെയും ശകലം സ്പേസ് വരുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പോർഷനിലോട്ട് വെക്കാൻ പറ്റും. ഇവിടെ അല്ലാത്ത സാധനങ്ങളും വെക്കാം. ഇവിടെ ആയിട്ടാണ് അതിൻ്റെ ഒരു ഇങ്ങനെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യണം. കൊള്ളാം. ടോപ്പിലേക്ക് പോകാം. ലൈറ്റ് LED ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. മിറർ വരുന്നുണ്ട്, വലിയൊരു മിററാണ് നൽകിയത്, അത് കൊള്ളാം. ഇവിടെ ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. ഈ ഒരു മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഫുള്ളി ലൈറ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്തു. ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ നോക്കേ, വളരെ മനോഹരമായിട്ടാണ് ഗ്രാബ് ഹാൻഡിൽ പ്ലേസ് ചെയ്തത് കമ്പനി. പിന്നെ ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം.
കണ്ട ഈ ഒരു രീതിയിൽ ഹൈറ്റും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. സീറ്റ് നല്ല സീറ്റ് കണ്ടോ, ഇത് നല്ല മാസീവായിട്ടുള്ള വലിയ സീറ്റ് നല്ലതാണ്. ഈ ഒരു പോർഷനൊക്കെ കണ്ടോ നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. നമ്മളൊരു മുതുകു ഭാഗത്ത് നല്ല സപ്പോർട്ട് ലഭിക്കുന്നു. കാലിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു പോർഷൻ കണ്ടോ, ഇത് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചുകൂടി തൈ സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇരിക്കുന്ന സമയത്ത്. അത് കൊള്ളാം, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്രണ്ടിൽ പറയാനായിട്ട്. മൊത്തത്തിൽ കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വാഹനം, ബേസ് മോഡൽ വാഹനം. മറ്റുള്ള ചില ബ്രാൻഡിൻ്റെയൊക്കെ വാഹനം വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ നൽകി. 4 സ്പീക്കറാണ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ റിയർ സൈഡിൽ പോയി അവിടുത്തെ കാര്യങ്ങളോടൊന്ന് നോക്കാം. കയറുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്കുള്ള വളരെ പെട്ടെന്ന് കയറാം. പിന്നെ സൈഡ് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കയറാൻ എളുപ്പമാണ്. സൈഡ് സ്റ്റെപ്പ് നമുക്ക് അവൈലബിൾ ആണ്, അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഫ്രണ്ടിൽ കണ്ട സെയിം ഡിസൈൻ തന്നെയാണ് ആ ഒരു ഡോർ പാഡിൽ നൽകിയത്. കുറച്ച് ഗ്ലോസി, കുറച്ച് ലൈറ്റായിട്ടുള്ള കളർ തീം, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, പവർ വിൻഡോയുടെ കളറുള്ളത്. ഞാൻ എടുത്ത് പറഞ്ഞു 4 സ്പീക്കറുമാണ് വാഹനത്തിൽ വരുന്നത്. അകത്തേക്ക് കയറുന്ന സമയത്ത് വലിയ സീറ്റാണ് കേട്ടോ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും, ഒരു സംശയവും വേണ്ട. അടിപൊളിയായിട്ട് 3 പേർക്ക്, പിന്നെ ശകലം വണ്ണം കുറഞ്ഞ ആൾക്കാരാണ് വേണമെങ്കിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റും. അത്ര വലിയ സീറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. തൈ സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്, സ്പേസ് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ സ്കൂപ്പ് രീതിയിലാണ് ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തത്. അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഈ ഒരു സ്കൂപ്പ് രീതിയിൽ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല, പക്ഷേ ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടോപ്പൊക്കെ നോക്കിയോ, ടോപ്പിലായിട്ട് ഇവിടെ ഒരു LED ലൈറ്റ് നൽകിയിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് കണ്ടോ, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വാഹനത്തിൽ നൽകിയത്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ആംറെസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. AC വെൻ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ഫോൺ വെക്കാനായിട്ട് ഒരു സ്പേസ് നൽകി. സി ടൈപ്പാണ് ഇവിടെ വരുന്ന ചാർജിങ് സോക്കറ്റ്. ഇപ്പോഴത്തെ ചാർജറൊക്കെ സി ടൈപ്പ് വരുന്നതുകൊണ്ട് പിന്നെ താഴ്ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഫ്ലാറ്റായിട്ട് തന്നെയാണ് ആ ഒരു താഴ്ഭാഗം ഡിസൈൻ ചെയ്തത്. എനിക്ക് സെൻറ്ററിലിരിക്കുന്ന ആൾക്ക് ഇരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല. ഞാൻ വെച്ച് ഇത് തട്ടുന്ന ബുദ്ധിമുട്ടെല്ലാം വരുമെന്ന് വിചാരിച്ചിട്ടില്ല, അത് കുഴപ്പമില്ല. അപ്പോൾ അത്രയും കാര്യങ്ങളുള്ള ഈ ഒരു റിയർ സൈഡിൽ പറയാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു റിയർ സൈഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസും വരുന്നുണ്ട്. ഇനി നമുക്ക് എഞ്ചിനും കൂടി ഒന്ന് നോക്കാം. നേരെ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്യാം. എഞ്ചിൻ റൂം നോക്കിക്കോട്ടെ. ഓക്കെ, നല്ല ഹെവിയാണ് കേട്ടോ, ഹുഡ് കൊള്ളാം, നല്ല ഹെവിയാണ്. അപ്പോൾ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയാം. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് പെട്രോൾ ഡീസൽ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. പെട്രോൾ ആണെങ്കിൽ ഒറ്റ എഞ്ചിൻ മാത്രമാണ് വരുന്നത്. 2 ലിറ്റർ 4 സിലിണ്ടർ 200 PS 380 Nm ടോർക്കുമാണ് വരുന്നത്. ഡീസലിലേക്ക് പോകുന്ന സമയത്ത് വ്യത്യാസം വരുന്നുണ്ട്. MX എന്ന് പറഞ്ഞ ഏറ്റവും സ്റ്റാർട്ടിംഗ് മോഡലിൽ വരുന്ന എഞ്ചിനല്ല, അതിനുശേഷമുള്ള വേരിയൻറ്റുകളിൽ വരുന്നത്. ആദ്യം ഞാൻ MX വരുന്ന ഡീസൽ എഞ്ചിനെ കുറിച്ച് പറയാം. 2.2 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. 155 PS 360 Nm ടോർക്ക്, അതാണ് MX വരുന്ന ഡീസൽ എഞ്ചിൻ. അതിനുശേഷമുള്ള വേരിയൻറ്റുകളിൽ 2.2 തന്നെയാണ്, പക്ഷേ 185 PS പവർ വരുന്നുണ്ട്. അത് മാനുവൽ ആണെങ്കിൽ 420 Nm ടോർക്കും, അത് ഓട്ടോമാറ്റിക്കിലേക്ക് പോയാൽ 450 Nm ടോർക്കും. 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും തന്നെയാണ് വരുന്നത്. മൈലേജിനെ കുറിച്ച് വലുതായിട്ടും എനിക്കൊന്ന് പെട്രോളൊക്കെ ആണെങ്കിൽ ഒരു 13-14 മൈലേജ് മാത്രമാണ് വാഹനത്തിന് കമ്പനി പറയുന്നത്. ഡീസലിലേക്ക് പോയാൽ എനിക്കൊന്ന് ഒരു 17-18 ആയിരിക്കാം. മൈലേജിനെ കുറിച്ച് എനിക്ക് ആ ഒരു ധാരണ കിട്ടിയിട്ടില്ല. അപ്പം ഒരു ആവറേജ് മൈലേജ് എനിക്കൊന്ന് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ യൂസിന് ഒരു 11-12 നമുക്ക് പ്രതീക്ഷിക്കാം. ഡീസലിലേക്ക് പോയാൽ ഒരു 14-15 റേഞ്ചിലായിരിക്കാം മൈലേജ് കിട്ടുക. കമ്പനി പറയുന്നതല്ല, ഒരു ആവറേജ് മൈലേജ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആവറേജ് മൈലേജ് പറഞ്ഞിട്ട് കമ്പനി പറയുന്ന മൈലേജ് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും ആർക്കും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയുമാണ് നമ്മുടെ XUV 700 ബേസ് മോഡലിൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഹാരിയർ സഫാരിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ ഒരു വേരിയൻറ്റ്. അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സൊക്കെ നൽകി. ഈ ഒരു ഗ്രില്ലിൽ നിന്ന് ആ ഒരു പിശുക്കൊക്കെ കാണിക്കാതെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഹെഡ്ലാമ്പിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാം. ഇതിനകത്ത് എനിക്ക് ആകെ തോന്നിയൊരു കാര്യം, ഈ ഒരു കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫോഗ് ലാമ്പ് വെക്കണം, അതിനുശേഷം ഒരു അലോയ് കൂടി ഇടുക. അത്ര കാര്യങ്ങൾ മാത്രം ഈ ഒരു വാഹനത്തിൽ ചെയ്താൽ മതി. അത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു കസ്റ്റമറുടെ വീട്ടിൽ വന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഒരു കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്ത് നമ്മുടെ സുഹൃത്ത് ഷോറൂമിലുണ്ട്. അപ്പം അവരുടെ ചോദിച്ചു, അവനാണ് ഈ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഷോറൂമിൽ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൂടി നൽകാം. മഹീന്ദ്രയുടെ ഏതൊക്കെ വാഹനങ്ങളുമായിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഉള്ളൂ. പിന്നെ നമ്മുടെ വാഹനം തന്ന നമ്മുടെ കസ്റ്റമർക്കും ഒരു താങ്ക്സ് ഉണ്ട്. പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.